Hi all, very good evening. So I am Hiba Najib, teacher, managing the This high call level is now being department recorded. from Happy English Academy. Okay, so hope everyone is doing great. സോ നമ്മൾ ഈ ഒരു ഫ്രീ വെബിനാർ എന്നതുകൊണ്ട് മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള റെലവൻസ് അതിന് ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ ഡെയിലി യൂസേജ് ഓഫ് ഇംഗ്ലീഷ് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് ഈച്ച് ആൻഡ് എവറി സ്പേസിൽ. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ കാലത്ത് ഒരു ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ പോട്ടെ നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ വരെ യൂസ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു നോ ഇംഗ്ലീഷ്. അപ്പം ഇംഗ്ലീഷിൻ്റെ റെലവൻസ് എന്താണ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ലൈക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ക്ലീശയാണ്, ചെറുപ്പം മുതലേ സ്കൂളിൽ തൊട്ട് വരുന്ന ഒരു കാര്യമാണ്. ബട്ട് നമ്മളതൊരു സ്റ്റാൻഡേർഡ് ഫോമിൽ പ്രൊഫഷണൽ യൂസിന് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിലും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഒരു കൈൻഡ് ഓഫ് ഫോമാറ്റ് നമ്മൾ പഠിക്കാൻ പോവാണ്. ആൻഡ് ഐ വിൽ ബി ഹെൽപ്പിംഗ് യു ഔട്ട് ഫോർ ദാറ്റ്. ഓക്കെ, സോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് മാറിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെ നമുക്ക് അല്ലെങ്കിൽ എന്ത് ഹെൽപ്പോട് കൂടി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ വി ആർ ബ്രിങ്ങിങ് അപ്പ് എ കോഴ്സ്. ഓക്കെ, വി ആർ ഗോയിങ് ടു ലോഞ്ച് എ കോഴ്സ്. അതാണ് ഇന്ന് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ഫ്രീ വെബിനാർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവരും കരുതും എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു സിമ്പിൾ ടോപ്പിക് എടുക്കുന്നു. ബട്ട് ആസ് ഇറ്റ് ഇസ് സിമ്പിൾ, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിളായിട്ട് ഡെയിലി നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, കോൺവെർസേഷൻസ്, റോൾ പ്ലേ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനും ഒരാളോട് നമുക്ക് നേരിട്ട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ലെവൽ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതായത് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു കോൺഫിഡൻസ് എന്തുകൊണ്ട് ഒരു കൂട്ടത്തിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് ഇല്ലാത്തത്. ഓക്കെ, അതൊക്കെ മറികടക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ നമ്മൾ എല്ലാവരും ജോയിൻ ചെയ്യുന്ന ഒരു സെഷനാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. സോ ബി സീരിയസ്, അത് നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കണം. ഓക്കെ, ഏതൊരു ലാംഗ്വേജ് പഠിക്കുമ്പോഴും നിങ്ങൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇനിയിപ്പോൾ അത് ഇംഗ്ലീഷ് എന്ന് മാത്രമല്ല, അറബിക് ഈസ് ദെയർ, എല്ലാ ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് വരുന്ന എല്ലാ ലാംഗ്വേജും പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ദ തിങ് വി നീഡ് ഇസ് പ്രാക്ടീസ്. ഓക്കെ, നിങ്ങൾ ഗ്രാമർ പഠിക്കണം, സെൻറ്റൻസ് സ്ട്രക്ചറിങ് പഠിക്കണം, ഒക്കെ അറിഞ്ഞിരിക്കണം. അതോടുകൂടി തന്നെ നിങ്ങൾ സംസാരിക്കണം. സംസാരിച്ചാൽ മാത്രമേ അത് റെഡി ആവുള്ളൂ. ഇതൊക്കെ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യണം, എവിടെയാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യേണ്ടത്, ഏത് സാഹചര്യത്തിൽ വരണം, ഇതൊക്കെ വളരെയധികം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ നന്നായിട്ട് വിശ്വസിക്കുന്നു. അവർ ടീം ബിലീവ്സ് ദാറ്റ്. ഓക്കെ, സോ ഇന്ന് വെരി സിമ്പിൾ ടോപ്പിക് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വരികയാണ്. നിങ്ങൾക്കറിയാം ഏതൊരു പ്രൊഫഷനിൽ പോവുകയാണെങ്കിലും ഇന്നൊരു കുട്ടി ഒരു സ്കൂളിൽ മാറി പുതിയ സ്കൂളിലോട്ട് പോകുമ്പോഴും ആ കുട്ടീനോട് ടീച്ചർ ആദ്യം പറയുന്ന പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു യുവർ ടീച്ചർ എന്നാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളത് അത്രയ്ക്ക് സീരിയസ്നെസ് ഇല്ലാതെ നമുക്കത് എന്താണ് കളയാൻ പറ്റൂല. സോ അതിനുള്ള കൈൻഡ് ഓഫ് കറക്റ്റ് ഫോമാറ്റാണ് ഇന്ന് നിങ്ങളെ എന്താണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് തിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നിങ്ങളുടെ നെയിം വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ നെയിമാണ് ആദ്യം നിങ്ങൾ പറയാം, പിന്നെ നിങ്ങളുടെ പ്ലേസ് പറയണം. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ദെൻ യു ഹാവ് ടു സേ അബൌട്ട് യുവർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതായത് നിങ്ങൾ ഇതിൻ്റെ മുൻപ് നിങ്ങൾ എന്താണോ ചെയ്തത്, എന്തുകൊണ്ടാണ് എന്ത് കംപ്ലീറ്റ് ചെയ്താണ് നിങ്ങൾ വരുന്നത്, അത് നിങ്ങൾ അവിടെ ഇൻഫോം ചെയ്യണം. കുട്ടികളാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്, ഇപ്പോൾ 3rd സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 3rd, 4th ആണെങ്കിൽ 4th സ്റ്റാൻഡേർഡ് അങ്ങനെ പറയണം. ഇപ്പോൾ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി നിങ്ങളവിടെ പ്രസൻറ്റ് ചെയ്യാം. ദെൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെയാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് അതിൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ ജസ്റ്റ് സേ മൈ ഫാമിലി കൺസിസ്റ്റസ് ഓഫ് 4 മെമ്പേഴ്സ് അല്ലെങ്കിൽ 5 മെമ്പേഴ്സ്. ആ ഒരൊറ്റ സെൻറ്റൻസിൽ നിങ്ങൾക്കത് അവിടെ ഒതുക്കാം. ഓക്കെ, കാരണം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ എല്ലാവരും നോട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു വർക്കിന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ എങ്ങനെ നിങ്ങൾ അവരുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്നു, ഹൗ യു ആർ പ്രസൻറ്റിങ് യുവർ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദം.
അതാണ് അവർ വളരെയധികം നോക്കുന്നത്. ആ കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് തന്നെ. നിങ്ങൾ ആ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജോബിന് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ജോലി കിട്ടണം എന്ന് കരുതിയിട്ട് തന്നെയാണ് നിങ്ങൾ പോവാറ്. അപ്പോൾ എന്താണ്, ദാറ്റ് ഈസ് ഹൗ യു ഹാവ് ടു പെർഫോം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹോബീസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോസിറ്റീവ് ക്വാളിറ്റീസ്, എന്തൊക്കെയാണ് നിങ്ങളുടെ പോസിറ്റീവ് ക്വാളിറ്റീസ് കാര്യങ്ങൾ. അതേപോലെ തന്നെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെഗറ്റീവ് ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ അവർക്കൊരു ധാരണ, ദേ വിൽ ബി ഗെറ്റിംഗ് എ കറക്റ്റ് പിക്ചർ. ഇയാളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. ഓക്കെ, നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴും എവറിത്തിങ് ഇസ് എ കൈൻഡ് ഓഫ് സ്ട്രക്ചേർഡ് ആൻഡ് എവറിത്തിങ്. ഓക്കെ, ഭയങ്കര സ്ട്രക്ചറായിട്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ തന്നെ എന്താണ്, ഓക്കെ ദിസ് പേഴ്സൺ ഈസ് ഗുഡ്, ഹി ക്യാൻ ഡു ഇറ്റ് അല്ലെങ്കിൽ ഷീ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് അവർക്ക് വരുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മൾ സിമ്പിൾ ടോപ്പിക്സ് ആണ് എല്ലാ ദിവസവും ഡീൽ ചെയ്യുന്നത്. ആൻഡ് ഐ വിൽ ബി ഹെൽപ്പിംഗ് യു. ഓരോ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഹൗ വി ആർ ഗോയിങ്. ഓക്കെ, ദെൻ നിങ്ങൾ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഞാൻ പ്രത്യേകം എടുത്തിടുകയാണ്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ നോളേജ് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ഒരു ആളോട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ലെവലാണ് ഫസ്റ്റ് യു ഹാവ് ടു ഡെവലപ്പ്. ഓക്കെ, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കറേജ്, ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് വരാൻ പറ്റുക. ഓക്കെ, എവറിത്തിങ്. സോ ലൈക്ക് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ പ്രസൻറ്റ് യുവർ സെൽഫ് എവ്രിവെയർ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാതും എന്ത് കാര്യവും തുറന്ന് സംസാരിക്കാനുള്ള ആ ഒരു ബോൾഡ്നെസ്, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു നീഡ് ഓൾവേസ്. ഓക്കെ, ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അതാണ്. നിങ്ങൾ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിനോട് ഡീൽ ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ്, ലൈക്ക് ഞാൻ വലുതാക്കി പറയില്ല, ബട്ട് ഐ എം സെയിങ് ദാറ്റ് ഒരുപാട് സ്റ്റുഡൻസിനോട് ഡീൽ ചെയ്യുമ്പോൾ അവർ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം, മിസ്സേ എന്താണ്, എനിക്ക് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ല, സംസാരിക്കുമ്പോൾ തെറ്റുമോ മിസ്റ്റേക്ക് വരുമോ എന്നുള്ള ഭയമാണ്. സോ വാട്ട് യു ഹാവ് ടു തിങ്ക്, മിസ്റ്റേക്ക് വന്നോട്ടെ, തെറ്റിൽ നിന്നേ പഠിക്കുള്ളൂ. യു ഹാവ് ടു റെക്ടിഫൈ യുവർ മിസ്റ്റേക്സ് ആൻഡ് ഗോ ഓൺ. ഓക്കെ, ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ ഷെയിംലെസ് ആയിട്ട് സംസാരിക്കാൻ. ആ ഓരോ മിസ്റ്റേക്കിൽ നിന്ന് തിരുത്തി തന്നെയാണ് വി വിൽ ബി ലേണിംഗ് അവർ ലാംഗ്വേജ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു റിവർ പോലെ ഫ്ലോ ചെയ്യണം. നിങ്ങൾ അൺകോൺഷ്യസ് ആയിട്ട് സംസാരിക്കണം. എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ മദർ ടങ്ങിൽ സംസാരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ ഫ്ലുവൻ്റ് ആണ്, നിങ്ങൾ ആ ഒരു ലാംഗ്വേജിൽ ഓക്കെ ആണ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങളെ മെസ്സേജ് ഒരാൾക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വേ യു വിൻ, യു ആർ സക്സസ്ഫുൾ. പിന്നെ എനിക്ക് പറയേണ്ട മറ്റൊരു കാര്യം, ലാംഗ്വേജ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന മെസ്സേജ് നിങ്ങൾക്ക് കൺവേ ചെയ്യണം. ക്ലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഓക്കെ, നിങ്ങൾ സംസാരിക്കുന്നതിൽ ക്ലാരിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്പീക്കിംഗ് എന്തായിരിക്കണം, അത്ര പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും കരുതും സ്പീക്കിംഗ് എങ്ങനെ ഇതാക്കാം. ലിസണിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വെൻ യു കം ടു സ്പീക്കിംഗ്. ഓക്കെ, സോ ലൈക്ക് ചെറിയ കുട്ടികളെടുത്ത് നോക്കുകയാണെങ്കിൽ അവർ മദർ ടങ്ങൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടാ അല്ലേ. ഇപ്പൊ നിങ്ങളോട് എല്ലാവരോടും മലയാളത്തിന്റെ ഗ്രാമറും കാര്യങ്ങളും ചോദിക്കുകയാണെങ്കിൽ അതൊന്നും അറിയാതെ തന്നെ നിങ്ങൾ വളരെയധികം ഉഷാറായിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ലിസണിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ സ്പീക്കിങ്ങിലോട്ട് കടക്കുമ്പോൾ. അതൊരു എന്താ പറയുക, ഒരു പാസീവ് ആക്ടിവിറ്റിയാണ്. സ്പീക്കിംഗ് എന്താണ്, ഒരു ആക്റ്റീവ് പ്രോസസ്സുമാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ ഇറ്റ് കംസ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ സം ടിപ്സ് അല്ലേ, ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ ഒന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ലിസണിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കോൺഫിഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലാംഗ്വേജ്, നിങ്ങളുടെ പറയുന്ന സംസാരത്തിലുള്ള ഭാഷയിലുള്ള ക്ലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്താണോ പറയുന്നത് അത് മറ്റുള്ളവർക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു മെസ്സേജ് നിങ്ങൾ കൺവേ ചെയ്യണത് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മറ്റൊരു കാര്യം, വൊക്കാബുലറീസ് അല്ലേ, വൊക്കാബുലറീസ് വേണം നമുക്ക് സംസാരിക്കുമ്പോൾ, വേർഡ്സ് വേണം. ഓരോ സിറ്റുവേഷനിലും ഓരോന്ന് പറയുമ്പോൾ അവിടെ ഏത് വാക്ക് നമ്മൾ ഉപയോഗിക്കും അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ വലിയ വേർഡ്സ് ഒന്നും പഠിക്കാതെ നിങ്ങൾക്ക് അതിൻ്റെ സിമ്പിൾ ഫോം
അത് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായി ഇംഗ്ലീഷ് പഠിക്കാം. ഡെയിലി ഓരോ സാഹചര്യത്തിലും ഇംഗ്ലീഷ് അറിയില്ല. ഇപ്പോൾ കുട്ടികളുടെ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും കൂടുമ്പോൾ ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. ആ ഒരു സിറ്റുവേഷനിലൊക്കെ എങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ ആൻഡ് സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം. ഒരു സിമ്പിൾ മെത്തേഡ് ബട്ട് ഇൻ ആൻ ഇൻട്രാക്റ്റീവ് വേ ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ് നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കാണിക്കുന്ന ഇൻട്രാക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങളുടെ ആക്റ്റീവ് പെർഫോമൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി തന്നെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ദെൻ സോ ഐ എം ഗോയിങ് ടു സമ്മറൈസ്. സെൽഫ് ഇൻട്രൊഡക്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. കീ പോയിന്റ്സ് ഞാൻ 1 by 1 ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ് മീ ടെൽ യു വൺ തിങ്. ആ ഒരു ഇത് വെച്ചിട്ട് ഒരു ഡെമോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് മൈ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാണ് എല്ലാവരും. സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എൻ്റെ പേരാണ്. സോ ഐ എം സേയിങ് ഹലോ ഓൾ, വെരി ഗുഡ് ഈവനിങ്, ഐ എം ഹിബ നജീബ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാര്യം എൻ്റെ പ്ലേസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഐ എം ഫ്രം മലപ്പുറം ഡിസ്ട്രിക്ട്, കേരള. ഓക്കെ, സോ ദാറ്റ് ഈസ് സംതിങ് ഐ ടോൾഡ്. The third thing, my educational qualification ആണ്. I have completed my masters in English language and literature. Fourth thing എന്ന് പറയുന്നത് നിങ്ങളൊരു എന്താ പറയുക, നിങ്ങളൊരു പ്രൊഫഷന് പോവുകയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ പറയാണ്, I have been working as a language trainer for 5 years. Okay, then fifth thing, my hobbies ആണ്. I like to speak, I like to listen to music and traveling. Okay, then അടുത്ത കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ്, family. My family consists of 5 members. Okay, then strength. My strengths are എന്ന് പറഞ്ഞാണ്ട് you can say, when I talk about my strength, they are എന്ന് പറഞ്ഞാണ്ട് you can say I'm confident, fluent in English language. Okay, അങ്ങനെ. Okay, so that is thing. നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ആണോ, യുവർ പങ്ക്ച്വാലിറ്റി ലെവൽ, എവറിത്തിങ്, യുവർ പങ്ക്ച്വാലിറ്റി, ഡിസിപ്ലിൻ, മാനേഴ്സ്, എന്തൊക്കെ ക്വാളിറ്റി, മൾട്ടി ടാസ്കിങ് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എന്താണ് അവിടെ വരും. ഓക്കെ, ആൻഡ് ഫൈനലി യു ക്യാൻ സേ മൈ വീക്ക്നെസ് ആർ. അപ്പം എൻ്റെ വീക്ക്നെസ് കുറിച്ച് നിങ്ങൾ വീക്ക്നെസ് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കണം, നമ്മൾ പറ്റ ഡൗൺ ആക്കുന്ന വീക്ക്നെസ് നിങ്ങൾ പറയരുത്. യു ക്യാൻ സേ ലൈക്ക് മൈ വീക്ക്നെസ് ഈസ് ഐ കനോട്ട് സേ നോ ഈവൻ there are a lot on my plate. അതായത് എത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും എനിക്ക് എന്താണ്, ചില ആളുകൾ എന്നോട് എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുമ്പോൾ എനിക്കത് ചെയ്യാതെക്കാൻ പറ്റൂല. കാരണം എന്താണ്, വി ആർ ഹ്യൂമൻ, വി ഹാവ് ടു ഹെൽപ്പ് അല്ലേ. ദെൻ ഫൈനലി താങ്ക് യു വെച്ചിട്ട് നമ്മൾ നിർത്തുക. ഇത്രേ ഉള്ളൂ, ഒരു സിമ്പിൾ ഫോമാറ്റ്. ഇത് നിങ്ങൾക്ക് എവിടെയും യൂസ് ചെയ്യാം. പിന്നെ കുട്ടികളാകട്ടെ, അവർ ചെറിയ ചെറിയ ക്ലാസ് അല്ല, അവർക്ക് ആ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഒഴിവാക്കാം, അല്ലാത്ത പോർഷൻസ് മാത്രം മതി. അപ്പം നിങ്ങൾ ഓരോ ഏജിന് ഓരോ ടൈമിൽ നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങളെ പൊസിഷൻ എന്താണോ അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ഫ്രെയിം ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ ഇറ്റ് കംസ്. യാ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഇതാക്കാൻ, അല്ലെങ്കിൽ രണ്ടാളുകൾ തമ്മിലുള്ള കോൺവെർസേഷൻ ചെയ്യാം, റോൾ പ്ലേ. ഇപ്പം നിങ്ങൾ മീറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒഫീഷ്യലായിട്ട് വരുന്ന സമയത്ത് രണ്ടാളുകൾ തമ്മിലുള്ള സംസാരം, ഓക്കെ, റോൾ പ്ലേസ്. ഇനി നിങ്ങൾക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു സിറ്റുവേഷനിലും ഇംഗ്ലീഷിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ യു കനോട്ട് ജമ്പ് ഓർ യു കനോട്ട് ഓവർകം എനിത്തിങ് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് അത്രയും ഒരു ഹൈ പീക്ക് അല്ലെങ്കിൽ ഹൈ ലെവലിൽ നമ്മൾ നിൽക്കണം. സോ അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ വി ആർ ബ്രിങ്ങിങ് അപ്പ് ദിസ് കോഴ്സ് ഫ്ലുവൻസി പ്ലസ്. ഫ്ലുവൻസി പ്ലസ് എന്ന് പറയുന്ന കോഴ്സ് നമ്മളിവിടെ ലോഞ്ച് ചെയ്യുന്നത് ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് ക്ലാസ് ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിരിക്കും. അതായത് നമുക്ക് വേർഡ്സ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേർഡ് ഗെയിംസ് ക്ലാസ്സിൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വേർഡ് ഗെയിംസ് നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ റോൾ പ്ലേ, രണ്ടാളുകൾ തമ്മിലുള്ള ടോക്കിങ്സ്, നിങ്ങൾക്ക് സിറ്റുവേഷൻസ് ഞാൻ തരും. ഓക്കെ, ഇന്നതാണ് സിറ്റുവേഷൻ,
ആ സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ റീസെൻ്റ്ലി ഒരു കമ്പനിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി, ബട്ട് അത് ശരിക്കും വർക്ക് ആവുന്നില്ല. അപ്പം നിങ്ങൾ എങ്ങനെ ഒരു കസ്റ്റമർ കെയർ ഓഫീസറിനോട് വിളിച്ച് സംസാരിക്കും? ഹൗ യു സ്പീക്ക് അപ്പ്? ഓക്കെ, അപ്പം അങ്ങനെ ഓരോ സാഹചര്യങ്ങൾ തന്നിട്ട് ആ ഓരോ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരിത്. ഓക്കെ, രണ്ടാളുകളെ സംസാരിപ്പിക്കുക, അങ്ങനെ ഓരോ ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുക. മിസ്റ്റേക്സ് വരുമ്പോൾ ഐ ആം കറക്റ്റിംഗ് യു, നിങ്ങൾക്ക് എല്ലാ ഫുൾ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ 199 rupees മാത്രമാണ് നമ്മുടെ ഒരു കോഴ്സിന് വരുന്നത്. ഒരാഴ്ചയിൽ നിങ്ങൾക്ക് 4 ക്ലാസ്സാണ് ഉണ്ടാവുക. 4 classes in a week, 1 month, ഒരു മാസത്തിൽ. ഓക്കെ, ഒരു മാസത്തിൽ ഒരാഴ്ചയിൽ 4 ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 1 hour ഉണ്ടാവും, 1 hour ഉണ്ടാവും. നമ്മൾ ഇതുപോലെ ഗൂഗിൾ മീറ്റ് നിങ്ങളെ കൊണ്ടോ സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പോകും. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ഓക്കെ, ഓരോ ബാച്ചിലും എത്ര സ്റ്റുഡൻസിന്, കുറച്ച് സ്റ്റുഡൻസിന് മാത്രമേ എന്താണ് നമുക്ക് എന്താക്കാം ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ആരാണോ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നത് അവർക്കാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. ഓക്കെ, കാരണം ഓരോ ബാച്ചിലും ഒരു ഇത്ര സ്റ്റുഡൻസ് ഉണ്ടായാലേ നമുക്ക് എല്ലാവരെയും സംസാരിപ്പിച്ച് ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് റീചാർജിങ്. ഓക്കെ, 199 rupees നിങ്ങൾ ഒരു മാസത്തിന് ജോയിൻ ചെയ്താൽ നിങ്ങൾ മൊബൈൽ ഫോണൊക്കെ റീചാർജ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ട് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് മന്തിന് നിങ്ങൾക്ക് ആ കോഴ്സ് റീചാർജ് ചെയ്യാം. ഓക്കെ, ആ കോഴ്സ് നിങ്ങൾക്ക് വീണ്ടും റീചാർജ് ചെയ്ത് യു ഫോർ ദാറ്റ് നിങ്ങളുടെ മക്കളെയും ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, കുട്ടികൾ എല്ലാവരും വെക്കേഷനാണ്, നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ ടൈം വെറുതെ കളയാതെ അവർക്ക് അവരുടെ സിലബസും കാര്യങ്ങളും പഠിക്കാൻ എത്രയും പെട്ടെന്ന് ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്നോ അത്രയും വി വിൽ ബി ഫ്ലുവൻറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ വി ഹാവ് ടു സേ. ഓക്കെ, ദെൻ അപ്പം അതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ വരുന്നത്. ഓക്കെ, സോ ഇന്ന് ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആ ഗ്രൂപ്പിൽ എന്താണ് നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലാണ് നിങ്ങൾ എന്താക്കുന്നത് രജിസ്റ്റർ ചെയ്യേണ്ടത്. അവർ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പേര്, പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ദെൻ ഞാനിപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അതിൻ്റെ മെത്തേഡ്സ് പറഞ്ഞു, അതൊരു ഡെമോ ആയിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചും ചെയ്തു. ഇതിൽ ആരെങ്കിലും ഒരാൾ ഓക്കെ നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ആയി മുന്നിൽ നിന്ന് ഒന്ന് സംസാരിക്കാൻ പറ്റും? എനി വൺ? ഐ വിൽ സ്പീക്ക് അപ്പ് എന്ന് പറഞ്ഞ് ഒരാൾക്ക്? ഓക്കെ, യു ക്യാൻ സ്പീക്ക് അപ്പ്. ഹാഫിസ് അലി. ഹലോ, anyone? സർ നമുക്ക് ഒരാളുടെ നമ്മള് ഒരാളെ പേര് വിളിക്കാം, ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ സംസാരിക്കാന്ന് പറയുന്ന ഫസ്റ്റ് ആളുടെ മൈക്ക് ഓൺ ആക്കി നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്യണം കേട്ടോ.
ആ ആള് മാത്രമാണ് നമ്മൾ സ്പീക്ക് ചെയ്യാനുള്ള ആ ഒരു ഇത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളെ കോൾ മെസ്സേജസിൽ ഫസ്റ്റ് അനു ആണ് ക്യാൻ ഐ സ്പീക്ക് പറഞ്ഞു തന്നിട്ടില്ല. One minute, ma'am. മൈക്ക് ഓൺ ആയോ സർ? അവർ മാത്രം ഫോൺ ചെയ്യാം. ഓക്കെ ഓക്കെ Yeah. Hi Aditya. Okay. Okay, can you please tell your name? Aditya, that was good. Okay. Yeah. Okay. That was good. Hello. Yes. Everyone please mute the call. ഞാൻ പേര് വിളിക്കുന്ന ഒരാളെ മാത്രം മൈക്ക് തുറന്നാൽ മതി, മൈക്ക് ഓൺ ആക്കിയാൽ മതി. പ്ലീസ് മ്യൂട്ട്, എവ്രി വൺ പ്ലീസ് മ്യൂട്ട്. ഓക്കെ, ഞാൻ പേര് വിളിക്കുന്ന ആളുകളെ മാത്രം ഓൺ ആക്കിയാൽ മതി. ഓക്കെ, ഓക്കെ ഓക്കെ. സോ ലൈക്ക് ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കാം, ആ ആള് മാത്രം സംസാരിച്ചാൽ മതി കേട്ടോ, റാൻഡം ആയിട്ട് വിളിക്കാം. ഓക്കെ, ഹു ഈസ് അമ്പിളി? അമ്പിളി എന്ന് പറഞ്ഞ നെയിമിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ആരാ? ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ടല്ലോ, അമ്പിളി. Hello. Yeah. May I? Yes, yes. Your name, please. Okay. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഹാഫിസ് മാത്രം സംസാരിച്ചാൽ മതി. ഓക്കെ, കം ഓൺ ഹാഫിസ്. So, first of all, thank you for giving me this opportunity. Okay. I'm happy for you. നല്ല ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ടല്ലോ. Can you hear me? Yeah, I can hear you, but you are having a lot of background voice. Okay. Yeah. Okay, fine. So I think so ആദിത്യൻ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് ചെറിയൊരു കുട്ടിയാണ്. യു ക്യാൻ ഹിയർ ദാറ്റ്, ബട്ട് ഹി വാസ് വെരി ഇൻട്രസ്റ്റഡ് ടു സ്പീക്ക് അപ്പ് ആൻഡ് ഹി കെയിം ഫോർവേഡ് അല്ലേ? സോ ലൈക്ക് ഇതുപോലെ നമുക്ക് എന്നും വി ക്യാൻ സ്പീക്ക് അപ്പ്, വി ക്യാൻ ഡിസ്കസ് ന്യൂ തിങ്സ്. നിങ്ങൾക്ക് എന്താണോ പഠിക്കേണ്ടത് ആൻഡ് വി ക്യാൻ റീഫ്രെയിം അവർ ക്ലാസ്സസ്. ഓക്കെ ഓക്കെ അനു, സോ ഡു യു വാണ്ട് ടു സ്പീക്ക്? Yes. Okay. Miss, but we are... Okay, can you tell me your name? My name is Abhay. Yeah. I am from... Yeah. Okay. My hobby is reading. Okay, your hobby is reading. Then I am studying. okay. Okay, fine. Yeah. Ma'am, Okay, guys. I think thank you all. I can understand your situation, but for time limit, like namak itra madi. Okay, sir, you can mute. Okay. So like നിങ്ങൾക്ക് എല്ലാവർക്കും situation. Hi Parvati.
I know that you all can speak. നിങ്ങൾ എല്ലാവർക്കും സംസാരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്, and you all are coming, and I appreciate it very much. And you know that this is a class that everyone is over here. നിങ്ങൾ മൈക്ക് കാണാക്കുമ്പോൾ a lot of people on their mic, and we know that class ഭയങ്കര എന്താക്കുന്ന നല്ല സൗണ്ട്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. I can really understand that you are ready to open up, you are ready to speak up everything. നിങ്ങളൊക്കെ ഒരു എന്താണ് ഒരു സിറ്റുവേഷൻ കിട്ടുക, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് അല്ലേ? ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലൈഫിൽ ഒരു പ്രാവശ്യം കിട്ടുള്ളൂ. ദാറ്റ് ഈസ് ദ അതർ തിങ്. ഓക്കെ, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ലൈഫിൽ വൺസ് വരുമ്പോൾ ഇഫ് യു ആർ നോട്ട് കാച്ചിങ് അപ്പ് യു വിൽ റിഗ്രറ്റ് ഇറ്റ് ഡെഫിനറ്റ്ലി. പിന്നെ നിങ്ങൾക്ക് അത് ഒരിക്കലും വരില്ല, ആ ഒരു ചാൻസസ് ആൻഡ് എവറിത്തിങ്. ഓക്കെ, സോ ദിസ് ഈസ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈച്ച് ആൻഡ് എവറി ഡേ നിങ്ങളുടെ ക്വറീസ്, നിങ്ങളുടെ ഡൗട്ട്, മിസ് ഇന്നതൊക്കെയാണ് എൻ്റെ പ്രോബ്ലംസ്, ഇന്നതൊക്കെയാണ് എനിക്ക് സംസാരിക്കുന്നതിൽ പ്രോബ്ലം, ആൻഡ് വി ഫൈൻഡ് സൊല്യൂഷൻ ഫോർ ദാറ്റ്. വി ടുഗെദർ ഫൈൻഡ് സൊല്യൂഷൻ ഫോർ ദാറ്റ്. ഓക്കെ, ലൈക്ക് ലിസണിങ്, നമ്മൾ കുറച്ച് ടിപ്സ് ഡിസ്കസ് ചെയ്യാം. ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ആക്സെൻറ്റ് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സിലോട്ട് ഇനി നമുക്ക് കടക്കാം. ഓക്കെ, ആൻഡ് ആസ് ഐ ടോൾഡ്, ഓക്കെ, സോ ആസ് ഐ ടോൾഡ് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്, കാര്യങ്ങളാണ്. 2 പേര് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ യു ഓൾ ആർ ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, നിങ്ങളുടെ സറൗണ്ടിങ്സ് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. സോ അത് നല്ല നോയ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് അതൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ നൗ യു ക്യാൻ ലിസൺ. ഓക്കെ, നൗ ഐ എം ഗോയിങ് ടു ഗിവ് യു സം ഫ്രീ ട്രിക്സ്. ഓക്കെ, ഫ്രീ ടിപ്സ് ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ഫ്രീ ടിപ്സ് ആണ് ഇനി നമ്മൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദ ഫ്രീ ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആസ് ഐ ടോൾഡ് യു ദാറ്റ് കോൺഫിഡൻസ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യണം. എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വി വിൽ ബി ഡിസ്കസിങ് ഓവർ ഹിയർ. ഹൗ യു ക്യാൻ ഇംപ്രൂവ് യുവർ കോൺഫിഡൻസ് ലെവൽ, അത് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ കൊടുക്കും. ഓക്കെ, നിങ്ങൾക്കുള്ള ഫ്രീ ടിപ്സ് ആണ്. ഫസ്റ്റ് ലെവൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനുള്ള ഫസ്റ്റ് തിങ് അത് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ലിസണിങ് നമുക്കുണ്ട്. ഓക്കെ, നമ്മളുടെ ഈ ഒരു ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് നോട്ട്ബുക്ക് ഇല്ല, നിങ്ങൾക്ക് ഹോംവർക്ക്സ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. നമ്മളിവിടെ സംസാരിക്കുക, നമ്മൾ സ്പീക്ക് ചെയ്യുക, ലാംഗ്വേജ് മാത്രം നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് നമ്മളിവിടെ ചെയ്യുന്നത്. വെറും 199 rupeesന് നിങ്ങൾക്ക് ഒരു 1 month എല്ലാ വീക്സിലും 4 classes വെച്ചിട്ട് 1 hour ഇരിക്കുന്നുള്ളൂ. സോ യു ക്യാൻ സ്പീക്ക് ടു എവ്രി വൺ. നമ്മളിവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടോപ്പിക് ഇട്ട് ഡിസ്കഷൻസ്, കാര്യങ്ങൾ, ഇൻട്രാക്റ്റീവ് സെഷൻസ്, എവറിത്തിങ് വി ആർ ബ്രിങ്ങിങ് ഔട്ട് ഓവർ ഹിയർ. ലൈവ് ആക്കാൻ അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി ആർ ട്രൈയിങ് മോർ. Okay, then the other thing that so നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു മുഹ്സിന എന്ന് പറയുന്ന ഒരാള് നമ്മുടെ കോഴ്സിലേക്ക് ആദ്യം തന്നെ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പൊ അത് മീറ്റിംഗ് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ടീച്ചറെ ആ ഗ്രൂപ്പിൽ നമ്മൾ ആ ഒരു പുതിയ കോഴ്സിലേക്കുള്ള കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ടീച്ചറുടെ വാട്സപ്പിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ജോയിൻ ചെയ്ത ഗ്രൂപ്പ് ലിങ്ക്, അതായത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ലിങ്ക് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഫോൺ നമ്പർ ഉണ്ട്, നിങ്ങൾ അവർക്ക് ഹായ് അയച്ച് ജസ്റ്റ് നിങ്ങൾ അവർ പറയുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ ചെയ്താൽ എന്താണ്, നിങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് പെയ്ഡ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ് അഡ്മിഷൻ എടുക്കാം. 199 rupees മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ സ്പീക്കിംഗ് ഓറിയൻറ്റഡ് ക്ലാസ്സസ് ആണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, 4 ദിവസം ഒരാഴ്ചയിൽ 1 മണിക്കൂർ, ഓരോ ദിവസവും 1 മണിക്കൂർ 1 monthനാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അധികം സ്പീക്കിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം നമുക്ക് എങ്ങനെ നമ്മുടെ സ്പീക്കിംഗ് അട്രാക്റ്റീവ് ആക്കാം, ഇൻട്രസ്റ്റിംഗ് ആക്കാം, എങ്ങനെ നമുക്ക് എത്രയും ഉഷാറായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇതിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എങ്ങനെ നല്ല രൂപയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻസ് ഇത് എന്താണോ നിങ്ങളുടെ ആവശ്യങ്ങൾ അതിനനുസരിച്ചായിരിക്കും വി വിൽ ബി ഫ്രെയിമിങ് അവർ ക്ലാസ്സസ് എന്നുള്ളതാണ് മറ്റൊരിത്.
ഓക്കെ, നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസ്, നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ഉള്ള പേടി കാര്യങ്ങൾ എവറിത്തിങ് നമ്മൾ എന്താണ് ഈ ഒരു ഇതിലൂടെ വി ആർ ഗോയിങ് ടു ഓവർകം. ഓക്കെ, നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ എന്താണ് അത് ഓവർകം ചെയ്യാനും നിങ്ങൾക്ക് എന്താണ് കൂടുതൽ കോൺഫിഡൻസോട് കൂടി സംസാരിക്കാനുള്ള ഒരു സ്പേസ്, ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡ്രീമിങ് ഓവർ ഹിയർ. ഓക്കെ, ക്ലാസ് ടൈമിംഗ് നിങ്ങൾക്ക് അധികം നൈറ്റ് ടൈം ആയിരിക്കും. ഓക്കെ, ക്ലാസ് ടൈമിങ് വരുന്നത് നൈറ്റ് ടൈം ആയിരിക്കും. ഇനി നിങ്ങൾക്ക് എപ്പോഴാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിങ് നിങ്ങൾക്ക് എന്താണ് പറയാം. ഓക്കെ, സോ അത് നമുക്ക് ഡീൽ ചെയ്യാം, നോ പ്രോബ്ലം. 1 hour ആണ് ക്ലാസ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അധികം സ്പീക്കിംഗ് ആയിട്ടുള്ള ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ തരുന്നത്. ഓക്കെ, നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ഓരോ പ്രോബ്ലംസ് വി വിൽ ബി ഡീലിംഗ് ഓവർ ദർ ആൻഡ് നമ്മൾ ഒരുമിച്ച് എന്താണ് വി വിൽ ഓവർകം എവറിത്തിങ് ടുഗെദർ. ഓക്കെ, പിന്നെ നിങ്ങളെല്ലാവരും ചോദിക്കുന്ന മറ്റൊരു ഡൗട്ട്സ് ആണ്, ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം മലയാളത്തിൽ ചിന്തിച്ച് അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എന്ത് കാര്യം വരുമ്പോഴും നിങ്ങൾ ഒരുവിധം ചെയ്യുന്ന ഒരു കാര്യമാണ് മലയാളത്തിൽ ചിന്തിച്ചിട്ട് അത് ഇംഗ്ലീഷിലോട്ട് മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വാക്കുകൾ ഫെമിലിയർ ആയിട്ട് നമുക്ക് അറിയുന്ന വാക്കുകൾ പോലും നിങ്ങൾക്ക് എന്താണ് അറിയാതെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഡു യു ഫീൽ ദാറ്റ്? നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടോ? വി ഹാവ് സൊല്യൂഷൻ. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ പഠിക്കണം. യു ഹാവ് ടു സ്റ്റാർട്ട് ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ നിങ്ങൾ പഠിക്കണം. എങ്ങനെ? അതൊരു പ്രാക്ടീസാണ്. നിങ്ങൾക്ക് ഡെയിലി അത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഡെയിലി നിങ്ങൾക്ക് അത് ചെയ്യാം, നിങ്ങൾക്ക് ഇതാക്കാം. അതൊക്കെ നിങ്ങൾ എന്താണ് നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതാക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഡെയിലി നമുക്കൊരു പ്രാക്ടീസ് ഉണ്ട്. നിങ്ങളുടെ ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ വി വുഡ് ബി എക്സ്പ്ലെയിനിങ് മോർ. ഓക്കെ, നമ്മുടെ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ സിമ്പിളായിട്ട് അതെന്താണ് നമ്മൾ ഡീല് ചെയ്യും. നമ്മളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകും. ഓക്കെ, ക്ലാസ്സസ് അങ്ങനെയാണ് പോകാം. നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ ടോപ്പിക്സ് തരും. ഓക്കെ, സിമ്പിൾ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിക്കാൻ, ചൈൽഡ്ഹുഡ് മെമ്മറീസ്, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ് എന്താണ്, ഒരു ലീഡറിൻ്റെ ക്വാളിറ്റീസ്, ഒരു സ്പീക്കറിൻ്റെ ക്വാളിറ്റീസ് എന്താണ്, അതൊക്കെ ഓരോ സിമ്പിളായിട്ട് എന്തൊക്കെയാണ് ഓരോ ആളുകളും ഓരോ വേർഡ്സ് ഓരോ സെൻറ്റൻസുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡിബേറ്റ് ടോപ്പിക്സ്, ഒരു ടോപ്പിക് വെച്ചിട്ട് അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താ, അതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താ, നമ്മളെ ടീമിൽ എത്ര ആൾക്കാരുണ്ടോ ഡിവൈഡഡ് ബൈ ചെയ്തിട്ട് കുറച്ച് ടീം പോസിറ്റീവ് സൈഡ് പറയാം, കുറച്ച് ടീം നെഗറ്റീവ് സൈഡ് പറയാം. ആൻഡ് ദാറ്റ് ഈസ് ഹൗ. ഓക്കെ, നമ്മളുടെ ലക്ഷ്യം എന്താണ്? സംസാരിക്കണം ഇൻ ഡിഫറെൻറ്റ് വേസ്, വ്യത്യസ്ത രൂപത്തിൽ സംസാരിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മുടെ എയിം അല്ലെങ്കിൽ ടാർഗറ്റ്. ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, അത് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലം, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ഫേസ്, എവറിത്തിങ് വി വിൽ ബി ഓവർകമ്മിങ്. ഓക്കെ, ദാറ്റ് ഈസ് അതർ തിങ് ദാറ്റ് we have to discuss over here in today's class. Okay, then പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ കോൾ മെസ്സേജസിൽ എഴുതാം. ഓക്കെ, വാട്ട് ഈസ് യുവർ തിങ്സ്, വാട്ട് ഡു യു വാണ്ട് ടു നോ മോർ. ഓക്കെ, നിങ്ങൾക്ക് എഴുതാം. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ കൂടുതൽ അറിയണമെങ്കിൽ you can text me. In call messages le message aayka. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മെസ്സേജ് മീ. നിങ്ങളുടെ ഇൻ കോൾ മെസ്സേജസിൽ യു ക്യാൻ പുട്ട് മെസ്സേജസ്. ജോയിൻറ്റ് ക്ലാസ് ആകുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ്, ബട്ട് നമുക്ക് ലിമിറ്റഡ് സ്റ്റുഡൻസ് മാത്രമാണ് നമ്മൾ ഇതാക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്കൊരു ഫ്രീ വെബിനാറാണ്.
ഇതിൽ എത്ര ആൾക്കാർക്ക് ഐ തിങ്ക് വി ഹാവ് കെപ്റ്റ് ഫോർ 1000 പീപ്പിൾ. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് വരുമ്പോൾ അതിൽ വെറും ഫ്യൂ മെമ്പേഴ്സ്. പിന്നെ നമ്മുടെ ക്ലാസ് ടൈം നിങ്ങൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. നിങ്ങളുടെ എല്ലാ ബിസി ഷെഡ്യൂൾസ് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു കീപ്. ഓക്കെ, ടുഡേ നോ ക്ലാസ് എന്ന് ചോദിച്ചാൽ ടുഡേ വി ആർ ഹിയർ വിത്ത് സം ടിപ്സ് ആൻഡ് വി ആർ ലോഞ്ചിങ് അവർ ന്യൂ കോഴ്സ്. ഓക്കെ, നമ്മുടെ പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്യാണ്. നമ്മൾ ഫ്രീ ടിപ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്, ലാംഗ്വേജിൻ്റെ ഫ്രീ ടിപ്സ്. ഓൾ ഡേ ഹാവ് ക്ലാസ്. എല്ലാ ദിവസവും നമുക്ക് ക്ലാസ് ഇല്ല, 4 ദിവസം മാത്രം. ഓക്കെ, 4 ദിവസം, ആഴ്ചയിൽ 4 ദിവസം മാത്രം. അതായത് മൺഡേ, ട്യൂസ്ഡേ ഇല്ല, വെനസ്ഡേ കഴിഞ്ഞാൽ പിന്നെ തേഴ്സ്ഡേ ഇല്ല, ഫ്രൈഡേ, സാറ്റർഡേ, അങ്ങനെ 4 ദിവസമാണ് നമ്മൾ ക്ലാസ് ഇപ്പോൾ ഇൻഷാല്ലാ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതെന്താണ്, 4 ദിവസം ഒരു വീക്കിൽ, ഒരാഴ്ചയിൽ, ഒരു മന്ത്, ഒരു മാസത്തിൽ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. വെറും 199 rupees മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇഫ് യു ആർ ജോയിനിങ്, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ലിങ്കും നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങളുടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും നിങ്ങളുടെ നെയിമും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ സൂൺ തന്നെ നമ്മുടെ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലേ, നമ്മൾ ആഡ് ആക്കിയിട്ടുള്ള ഗ്രൂപ്പിലാണ് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് ലൈവ് സെഷൻസ് ആയിരിക്കും. എവറി ഡേ നമുക്ക് എന്താണ് ഫേസ് ടു ഫേസ് ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, വാട്സാപ്പിൽ, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ക്ലാസ്സസ്, നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഗ്രൂപ്പിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അമീറ, വി ഹാവ് ഗിവൺ ഇറ്റ്. ഓക്കെ, ഇന്ന് ക്ലാസ്സിലെ ചോദിച്ചാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇൻട്രൊഡക്ഷൻ. നമ്മളെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഒരു സിമ്പിൾ ടോപ്പിക്സ് ആയിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് ഡീല് ചെയ്തിട്ടുള്ളത്. അത് 2 ആൾക്കാരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു. കുറേ ആൾക്കാരുണ്ടായപ്പോൾ നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ തന്നെ കുറേ പേര് അൺമ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആപ്പിൽ ക്ലാസ്സസ് ഉണ്ടാകും. ഇത് നമ്മുടെ വേറെ കോഴ്സാണ്. ദിസ് ഇസ് സംതിങ് ദാറ്റ് ന്യൂ ദാറ്റ് വി ആർ ബ്രിങ്ങിങ് അപ്പ്. ഓക്കെ, നമ്മൾ ഹാപ്പി ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസിനെ സഹായിക്കാൻ, നിങ്ങൾക്ക് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ട്. നമ്മൾ ഒരിക്കലും നമ്മളെ ഫീസിമേ പിടിച്ച് കയറാറില്ല. യു ഓൾ നോ ദാറ്റ്. നമ്മൾ ഒരിക്കലും ഫീസിമേ പിടിച്ച് കയറാൻ, നമ്മുടെ ലക്ഷ്യം എന്താണ്? ടു ഹെൽപ്പ് പീപ്പിൾ വിത്ത് ഇംഗ്ലീഷ്. ദാറ്റ് ഈസ് അവർ എയിം. ഓക്കെ, ആ ഒരു കാര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. ഓക്കെ, we will be giving you more tips if you join for our class, Nibin. Okay, I have given you a lot of tips. Definitely കൂടുതൽ ടിപ്സ് നിങ്ങളെ ക്ലാസ്സിന് ജോയിൻ ചെയ്താൽ നമ്മൾ തരുന്നതാണ്. ഓക്കെ, സൺഡേ വിൽ ബി ഹോളിഡേ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് മൺഡേ ക്ലാസ് വെച്ചാൽ ട്യൂസ്ഡേ ഇല്ല, വെനസ്ഡേ ക്ലാസ് വെച്ചാൽ തേഴ്സ്ഡേ ഇല്ല, പിന്നെ ഫ്രൈഡേ, സാറ്റർഡേ, ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഹോളിഡേയ്സ് വരുന്നുണ്ട്. ഓക്കെ, another tips ചോദിക്കുന്നുണ്ട്. but if you join for the class, we will be definitely giving you more tips. നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണോ, we will be overcoming that. okay, സിദാൻ ഹനൂസ് എന്താ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, ഇറ്റ് ഈസ് യുവർ ന്യൂ നമ്പർ എന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ ഹുബൈസ് എന്ന സ്റ്റുഡൻറ്റ്, ഐ ഡോണ്ട് നോ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, നോ പ്രോബ്ലം, വി ആർ ഹിയർ ടു ടീച്ച് ഇംഗ്ലീഷ്. ഓക്കെ, വി ആർ ഹിയർ ടു സ്പീക്ക് അപ്പ്. നമ്മളെല്ലാവരും എന്താണ് പഠിക്കുക, വി ആർ സ്റ്റിൽ ഇംപ്രൂവിങ് അവർ സെൽഫ്. ഓരോ ദിവസം വി ആർ ഗെറ്റിംഗ് ഇംപ്രൂവ്ഡ്. ഓക്കെ, നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇംപ്രൂവ് ചെയ്തെടുക്കുക. ഓരോ ദിവസം വി ആർ ലേണിംഗ് സംതിങ് ന്യൂ. ഓരോ ദിവസം നമ്മൾ പുതുതായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. Okay, so like that we together learn. It's a kind of, we are having a kind of team. ആ ടീമിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ സ്പീക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ട് സെൻറ്റൻസ് സ്ട്രക്ചറിങ്. മറ്റൊരു കാര്യം, നിങ്ങളൊക്കെ എപ്പോഴും നിങ്ങൾ പേടിക്കുന്ന കാര്യം എന്താ, ഞാൻ പറയുന്ന സെൻറ്റൻസ് ശരിയാണോ തെറ്റാണോ, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതെ ബാക്കിലോട്ട് നിൽക്കുന്നത്. സെൻറ്റൻസ് സ്ട്രക്ചറിങ് എന്താണ്, പ്രോപ്പർ പിക്ചർ ഡിസ്ക്രിപ്ഷൻ, ഓരോ പിക്ചേഴ്സ് നിങ്ങൾക്ക് തന്നിട്ട് അതിൽ ഓരോ സെൻറ്റൻസും ആളുടെ നെയിംസ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഓരോ സെൻറ്റൻസും ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സെൻറ്റൻസ് സ്ട്രക്ചറിങ് നമ്മൾ പഠിക്കും. ഓക്കെ,
didn't clear the self introduction of students എന്ന് പറഞ്ഞ as you know that നമുക്ക് ഇന്ന് കുറേ സ്റ്റുഡൻസ് ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് ഫോർ ടൈം സ്പീക്ക് അതേമാതിരി ഒരാളെ മ്യൂട്ട് ചെയ്യുമ്പോൾ ഒരാൾ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസും അൺമ്യൂട്ട് ചെയ്യാണ്. സോ വാട്ട് വി ക്യാൻ ഡു, നമുക്ക് സൗണ്ട്സും കാര്യങ്ങളും ഒക്കെ എന്താണ് ഭയങ്കര ആയിട്ട് വരികയാണ്. സോ അതന്നെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത ആളുകൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും അറിയിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുക, നിങ്ങളിൽ എല്ലാവരിലും ഇത് എത്തിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നമുക്ക് അത്രയും ട്രബിൾസ് വി ഡോണ്ട് ഹാവ്. ഇന്ന് നമുക്ക് കുറേ മെമ്പേഴ്സ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ ക്ലാസ്സിൽ നമ്മളൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മാത്രമാണ് നമ്മൾ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ബാച്ചിൽ നമ്മൾ കൊണ്ടുവരുന്നത്. ആ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് മാത്രം നമ്മൾ ക്ലാസ്സും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പിന്നെ ബാക്കി ജോയിൻ ചെയ്യുന്നവർ അടുത്ത സെക്ഷൻ നെക്സ്റ്റ് മന്ത്. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് ടീമായിട്ട് അത് വേറെ ട്രെയിനർ ഹാൻഡിൽ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പോവുക. ഒരു ടീമിലാകെ കുറച്ച് സ്റ്റുഡൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു 1 hourൽ എല്ലാവരെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു 1 hourന്റെ ഉള്ളിൽ നമ്മൾ എന്താണോ ഒരു ദിവസം ഡിസ്കസ് ചെയ്ത് അത് എല്ലാവർക്കും മൈക്ക് കൈമാറി സംസാരിച്ച് എല്ലാവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. എല്ലാവർക്കും സ്പീക്കിങ്ങിന് നമ്മൾ ചാൻസ് കൊടുക്കണം. ഓക്കെ, ഓപ്പർച്യൂണിറ്റി കൊടുക്കണം അവർക്ക് സംസാരിക്കാനും പ്രസന്റ് ചെയ്യാനും എല്ലാത്തിനും. ഓക്കെ, I know that കുറേ ആൾക്കാരെ can I ചോദിച്ചിട്ടുണ്ട്, may I please എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. But you can understand that this is a group where a lot of people are there. Yeah, അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, 199 rupeesന് മാത്രമാണ് നമ്മൾ ഈ ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഗൂഗിൾ മീറ്റ് ലൈവ് സെഷൻസ് ആയിരിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഗൂഗിൾ മീറ്റ് ലൈവ് സെഷൻസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കോഴ്സിന് പുറമെ നമ്മളൊരു ഫ്ലുവൻസി പ്ലസ് എന്ന് പറയുന്ന ഒരു പുതിയ കോഴ്സാണ് നമ്മളിവിടെ ലോഞ്ച് ചെയ്യുന്നത്. ഒരു വീക്കിൽ നമുക്ക് 4 ക്ലാസ്സസ് മാത്രമാണ് ഉണ്ടാകുക, 1 മണിക്കൂർ. ഓക്കെ, ഓരോ മണിക്ക്, അതായത് 4 മണിക്കൂർ, ഒരു ഡേ 1 hour ആണ് നിങ്ങൾക്ക് തരുന്നത് ഫോർ 1 month, ഒരു മാസത്തേക്ക്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി ആർ പ്രൊവൈഡിങ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇരുന്ന് ഇഷ്ടമായാൽ ആൻഡ് ഇഫ് യു ആർ ഓക്കെ ടു ഗോ, എനിക്ക് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് മന്തിലോട്ടും റീചാർജ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നത് പോലെയാണ് 199, അതിന് നിങ്ങൾ വീണ്ടും റീചാർജ് ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട്. സോ അങ്ങനെ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സ്. നിങ്ങൾ കാര്യം മറക്കരുത്, നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ ഫോർ അവർ ക്ലാസ്. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്താണ് നമുക്ക് അഡ്മിഷൻ എടുക്കുകയും ചെയ്യാം. യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ ഫോർ അവർ ക്ലാസ്. ഓക്കെ, യാ. സോ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും നീഡാണ്. ഓക്കെ, നമ്മുടെ ഓരോരുത്തരുടെയും വിഷ് അല്ലെങ്കിൽ നീഡാണ് എന്ത് വി ഹാവ് ടു സ്പീക്ക് അപ്പ് എന്ന് പറയുന്നത്. ഓരോരുത്തരും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജിൽ തന്നെ നമ്മൾ കൺവേ ചെയ്യുന്ന ഓരോ മെസ്സേജസ് നമുക്ക് അത്രയും ഷോർട്ടായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് ഇന്ന് സൊസൈറ്റിയിൽ ദി റെസ്പെക്ട്, ദി ഹാസ് എ വെരി ഗുഡ് സ്റ്റേറ്റസ്. റൈറ്റ്, നമ്മളുടെ സൊസൈറ്റിയിൽ കുറേ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കുറേ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിട്ടും വി ആർ കമ്മിങ് വിത്ത് സംതിങ് അഫോർഡബിൾ. ഓക്കെ, എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുക, എല്ലാവരെയും സംസാരിക്കാൻ സഹായിക്കുന്ന ഒരു കോഴ്സുമായിട്ട് അല്ലെങ്കിൽ ഹാപ്പി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് ഫോർ എവ്രി വൺ. ഓക്കെ, നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്ത് നിങ്ങളെല്ലാവരും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എന്താണ് പ്രോബ്ലംസ്, ഇറ്റ് ഈസ് അവർ പ്രോബ്ലംസ് ടു. ഓക്കെ, നമ്മളും എന്താണ് എല്ലാ സപ്പോർട്ടും വിത്ത് 100% സപ്പോർട്ട് ആൻഡ് എവറിത്തിങ് വി ആർ ഗൈഡിങ് ദം ത്രൂ ഔട്ട്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്താണ് അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്. എവറി സ്റ്റുഡൻസ് വി ആർ ഗൈഡിങ്. ഓക്കെ, സോ നിങ്ങൾക്ക് കൂടുതൽ ടിപ്സ് കാര്യങ്ങൾ എവറിത്തിങ് വി വുഡ് ബി ഗെറ്റിംഗ് അപ്പ്. ഒരുപാട് ആളുകൾ നമുക്ക് ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ബാച്ചിലേക്കുള്ള കുട്ടികളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്.
വെറും 199 രൂപക്ക് നിങ്ങൾക്ക് 4 ദിവസം തിങ്കൾ, ബുധൻ, വെള്ളി, ശനി 1 മണിക്കൂർ ഹോംവർക്കുകളില്ല. ഇല്ല ടീച്ചറെ, എഴുത്തില്ല, അങ്ങനത്തെ ഒരു പരിപാടി. സംസാരിച്ച് ട്രെയിനർക്കും നിങ്ങൾക്കും നിങ്ങളുടെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ 1 മണിക്കൂർ ആഴ്ചയിലെ 4 ദിവസമാണ്. വെറും 199 രൂപ മാത്രം. ഓക്കെ. അപ്പം താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, അതിന് ഹായ് അയച്ച് രജിസ്റ്റർ ചെയ്യുക. ഫസ്റ്റ് ബാച്ചിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇപ്പം ജോയിൻ ചെയ്യുന്ന ഒരു അവസരം എന്താ വെച്ചാല് നമ്മുടെ ഹിബ ടീച്ചർ ആയിരിക്കും ഫസ്റ്റ് ബാച്ചിലെ ട്രെയിനർ ടീച്ചറെ. അപ്പൊ ഈ ടീച്ചറുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ. ഇനി 30 ആള് കഴിഞ്ഞാൽ പിന്നെ വേറെ ട്രെയിനറുടെ ബാച്ചിലേക്കാണ് വരിക. സോ നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്യൂ. ഓക്കെ, നിങ്ങൾ നമ്മളെ വാട്സാപ്പിലെ ആ ഒരു നമ്പറിലോട്ട് നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്യൂ. നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ദിസ് ഈസ് ലൈക്ക് എ റീചാർജ് മോഡ്. നിങ്ങൾ ഈ ഒരു ക്ലാസ് ഇഷ്ടമായി നിങ്ങൾക്ക് പോകുകയാണെങ്കിൽ വീണ്ടും അഗെയിൻ യു ക്യാൻ കണ്ടിന്യൂ ദ കോഴ്സ്. നമ്മളിവിടെ ഹോംവർക്ക് ഇല്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല. നമുക്കിവിടെ സ്പീക്കിംഗ് മാത്രമാണുള്ളത്. നമ്മൾ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ നന്നായി സംസാരിക്കുന്നു. ദാറ്റ് ഈസ് ഓരോ ടോപ്പിക്കുകൾ നമ്മൾ ഡീൽ ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ 30 സ്റ്റുഡൻസ്, ഓൾമോസ്റ്റ് 30 സ്റ്റുഡൻസിനാണ് നമ്മൾ ഒരു ബാച്ചിൽ എടുക്കുന്നത്. ആ ഒരു 30 സ്റ്റുഡൻറ്റ് നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്തതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് അവിടെ ബുക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് ഐ വിൽ ബി യുവർ ട്രെയിനർ. സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഒരു മാസം നമ്മളെല്ലാ ആഴ്ചയിലും 4 ദിവസമാണ് കൊടുക്കുന്നത്. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഓരോ മണിക്കൂർ. ഒരു ദിവസം നിങ്ങൾക്ക് 1 മണിക്കൂറുണ്ട്. ഞാൻ തരുന്ന ആ ഒരു ടോപ്പിക്കിൽ എല്ലാവരെ കൊണ്ട് നമ്മൾ സംസാരിപ്പിക്കും. എവ്രി വൺ വിൽ സ്പീക്ക് അപ്പ് ദെയർ. അതാണ് നമ്മൾ നോക്കുന്നത്, എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ. അതാണ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. വി ഡീൽ മോർ ഓവർ ദെയർ. വി ഡിസ്കസ് യുവർ പ്രോബ്ലംസ്. ലാംഗ്വേജുമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയുള്ളത്, അവരുടെ ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതാക്കുന്നത്. വെറും 199 രൂപ മാത്രമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, ഒരു ചെറിയ എഫേർട്ട് നമ്മൾ അതിലോട്ട് ഇടുകയാണെങ്കിൽ, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും ചെയ്യാം. ഓക്കെ, വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഗ്രൂപ്പ്. നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ന്യൂ ഫ്രണ്ട്സ് വി വിൽ ബി ഗെറ്റിംഗ് ഓവർ ദെയർ. നമുക്ക് സംസാരിക്കാനും ഇതിനും നമുക്ക് പുതിയ ഫ്രണ്ട്സും കാര്യങ്ങളും എവ്രി വൺ. നമ്മൾ ഓരോ ടോപ്പിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ നമ്മൾ അവിടെ കൊണ്ടുപോകുക. നമ്മൾ ഓരോ ദിവസം ഓരോ ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഡീല് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ പഠിക്കാം. ട്രാൻസ്ലേഷൻസ് ഒക്കെ തരുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് നിങ്ങൾക്കത് മാറ്റാൻ പറ്റുക. എവറിത്തിങ്. നിങ്ങളുടെ സെൻറ്റൻസ് സ്ട്രക്ചർ. പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാനൊന്നൊരു പേടി ഉണ്ടാവില്ല. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ തെറ്റ് വരുമോ എന്നുള്ള ചിന്തകളൊന്നും നിങ്ങൾക്ക് ഇനി വേണ്ട. ഓക്കെ, സോ പ്ലീസ് ജോയിൻ ക്വിക്ക്ലി. 199 രൂപ മാത്രമേ ഉള്ളൂ. ഒരു മാസത്തെ കോഴ്സാണ്. നിങ്ങൾക്ക് ഒരാഴ്ചയിൽ 4 ക്ലാസ് ആണ് വരുന്നത്. ഓരോ ദിവസം ഓരോ മണിക്കൂർ വെച്ച്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. പെട്ടെന്ന് പോയി രജിസ്റ്റർ ചെയ്തോളൂ. വി ക്യാൻ ലേൺ ഇംഗ്ലീഷ് ടുഗെദർ. ഒരുമിച്ച് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ, ഐ എം സോ ഹാപ്പി ദാറ്റ് ഒരു റോള് തന്നപ്പോൾ, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഇവിടെ ഈ ഒരു ഇതിന് കുറേ ആൾക്കാർ ഐ വിൽ സ്പീക്ക് അപ്പ് എന്ന് മുന്നോട്ട് വന്നു. ദാറ്റ് സംതിങ് ഗ്രേറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ് ആൻഡ് ഐ വാസ് വെരി ഹാപ്പി ടു മീറ്റ് ഓൾ. Okay, so your first webinar, it's very happy mood and everything. I think so it is successfully. നിങ്ങളെ എല്ലാവർക്കും മെസ്സേജും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ്ലി പറഞ്ഞിട്ടില്ലെങ്കിലും ഐ ഹാവ് ഡിസ്കസ്ഡ് സം ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആൻഡ് എവറിത്തിങ്. നമ്മുടെ ക്ലാസ്സിൽ നിങ്ങളെ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. എങ്ങനെയൊക്കെ എവറിത്തിങ്. ഓക്കെ, വി വിൽ ബി ഡീലിംഗ് വിത്ത് ഇറ്റ്.
പെട്ടെന്ന് ജോയിൻ ചെയ്യൂ. 30 സ്റ്റുഡൻസ് ആയാൽ വി വിൽ ബി ക്ലോസിങ്. ആ ഒരു ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പം നിങ്ങൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇരുന്ന് എങ്ങനെയൊക്കെയാണ് ക്ലാസ്സസ് പോകുന്നത് കണ്ട് വീണ്ടും നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് യു ക്യാൻ കണ്ടിന്യൂ. വീണ്ടും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ, പുതിയ തിങ്സ്, പുതിയ ഡീലിങ്സ് ഒക്കെയാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസ് ആണ് എപ്പോഴും നമ്മളുടെ സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ നിൽക്കുന്നത്. ആൻഡ് അവരുടെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് ഇസ് അവർ പ്രോബ്ലം, നമ്മുടെ ടീമിൻ്റെ എൻറ്റയർ പ്രോബ്ലം ആണ്. ഓക്കെ, സോ വി ആർ ഹിയർ ടു ഹെൽപ്പ് യു ഔട്ട് വിത്ത് എനി പ്രോബ്ലം ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ദസ് ലാംഗ്വേജ്, ഈ ഒരു ലാംഗ്വേജിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്ത് പ്രോബ്ലത്തിനും വി ഹാവ് സൊല്യൂഷൻ. വി വിൽ ബി ബ്രിങ്ങിങ് യു ടു ദ ഫോർ ഫ്രണ്ട്. മുന്നോട്ട് തന്നെ നിങ്ങൾ കൊണ്ടുവരും. ഓക്കെ, this is a very good platform. ആരും മിസ്സാക്കരുത് പ്ലീസ്. യു ക്യാൻ ഗോ അഹെഡ്. നിങ്ങളുടെ ഓരോ ഡെസിഷൻസും ഭയങ്കര വിലയേറിയതാണ്. സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. നമുക്ക് ഇംഗ്ലീഷ് ഒരുമിച്ച് പഠിക്കാം. ലെറ്റ്സ് ലേൺ ഇംഗ്ലീഷ് ടുഗെദർ ആൻഡ് ബി ഹാപ്പി ടു ദ ഫ്യൂച്ചർ വിത്ത് ഹാപ്പി ഇംഗ്ലീഷ് അക്കാഡമി. സാർ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? 9 മണിയാണ്. ഓക്കെ ടീച്ചറെ, 9 മണിക്ക് വൈൻഡപ്പ് ചെയ്യാം. 58 ഗ്രൂപ്പില് ലിങ്ക് അയച്ചിട്ടുണ്ട്. എല്ലാവരും ഗ്രൂപ്പിലെ ഹായ് അയച്ചിട്ട്, ആ ഗ്രൂപ്പിലുള്ള നമ്പറിൽ ഹായ് അയച്ചിട്ട് ആ കോഴ്സിലേക്ക് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്തോളൂ. ഇപ്പൊ നമുക്ക് ഏകദേശം 50ഓളം രജിസ്ട്രേഷൻ ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. അപ്പോ ഇതൊരു റീചാർജ് ചെയ്തതുപോലെയാണ്. നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസം വേണ്ടെങ്കിൽ ചെയ്യണ്ട, പിന്നെ അടുത്ത മാസം കൂടെ ചെയ്യാം. അപ്പോ ഹോംവർക്ക് എഴുതാന് അങ്ങനെ പരിപാടി ഒന്നും ഉണ്ടാവില്ല. സംസാരിച്ച് ഒരു മണിക്കൂർ നമുക്ക് ഭയങ്കര നല്ല ഡിഫറെൻറ്റ് ടോപ്പിക്സ്, ഡിഫറെൻറ്റ് ഏരിയാസ് ഒക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കാം. ഓക്കെ, നിങ്ങൾ സംസാരിച്ച് നിങ്ങളൊപ്പം നിന്ന് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്ത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ക്ലാസ് ആയിരിക്കും. ഓക്കെ, ഹോംവർക്സ് ഇല്ല, കാര്യങ്ങളില്ല. 1 hour 4 days in a week for 1 month. ഒരു മാസത്തേക്ക് 4 ദിവസം, ഓരോ ദിവസം ഓരോ മണിക്കൂർ. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. 199 rupees മാത്രം. ഗോ ആൻഡ് ജോയിൻ ക്വിക്ലി. പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. I am dealing the first team or first batch students and I am going to deal. Okay, I know that we have a bunch of beautiful students who have joined over here. Okay, so come on, എല്ലാവരും ജോയിൻ ചെയ്യൂ, നമുക്ക് സംസാരിക്കാം. ഓക്കെ, വി ക്യാൻ സ്പീക്ക് മോർ. എന്ത് തന്നെ ആയാലും ലാംഗ്വേജുമായി ബന്ധപ്പെട്ട എന്ത് പ്രോബ്ലം വി ക്യാൻ ഗോ അഹെഡ്. നമുക്ക് ഓവർകം ചെയ്യാം ടുഗെദർ. നമ്മുടെ അക്കാഡമിയുടെ കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നമ്മുടെ സ്റ്റുഡൻസ് ആണ് നമ്മുടെ അസറ്റ്സ്. ഓക്കെ, so happy that a lot of people has joined today and we are very happy. എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ. നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്പറും കാര്യമൊക്കെ ഉണ്ട്. സോ പെട്ടെന്ന് മെസ്സേജ് അയച്ച് പെട്ടെന്ന് ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസ്, നിങ്ങൾ ഈ ഒരു ടൈം ഇതിലോട്ട് മാറ്റി വെച്ചതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാനോ ഇതിനൊക്കെ പുതിയൊരു മോഡൽ അല്ലെങ്കിൽ ന്യൂ പ്രോഗ്രാം നമ്മളിവിടെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. സോ ഐ ഹോപ്പ് ദാറ്റ് യു എല്ലാവരും ഇതെന്താണ് മനസ്സിൽ ഏറ്റു പിടിച്ചും കണ്ട് എല്ലാവരുടെ സപ്പോർട്ടും കാര്യം എവറിത്തിങ് വുഡ് ബി ദെയർ എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ,
സർ വൈൻഡ് അപ്പ് ചെയ്തോളൂ. ടീച്ചറെ എല്ലാവരും അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം. താങ്ക് യു all.